കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പതാകവാഹകരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ആൾക്കൂട്ടത്തിന്റെ സമ്മേളനം നടത്തുക എന്നതിനുമപ്പുറത്തേക്ക് അവർ നാളെയുടെ വാഗ്ദാനങ്ങളായി ഈ സമൂഹത്തിന് ഞെട്ടലോടുകൂടി നായകത്വം വഹിക്കാൻ കഴിയും തരത്തിലേക്ക് അവരെ പര്യാപ്തമാക്കുന്ന ചിന്തകൾക്കും പ്രസംഗങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും പ്രാമുഖ്യം നൽകിക്കൊണ്ട് വളരെ സവിശേഷമായ രൂപത്തിൽ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളുടെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിൽ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിൽ ഒരു സമ്മേളനമാണ് ഞങ്ങൾ വിഭാവനം ചെയ്തത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾ ഏതർത്ഥത്തിൽ ഈ സമ്മേളനത്തെ സംവിധാനിക്കണമെന്ന് ആഗ്രഹിച്ചുവോ അതിന്റെ പാരമ്യത്തിനുമപ്പുറത്തേക്ക് ഈ സമ്മേളനത്തെ വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന 100% സംതൃപ്തിയോടുകൂടിയാണ് ഈ സംഗമത്തിന്റെ സമാപന വേദിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു തകർന്ന കെട്ടിടത്തിന്റെ സമീപത്ത് വൃദ്ധൻ നിൽക്കുന്നതാണ് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന സൈന്യത്തിന് കാണാൻ സാധിച്ചത്. രണ്ടാമത് ഭൂകമ്പമുണ്ടാകുമെന്ന് അറിയിപ്പ് കിട്ടിയ സൈന്യം ഉടൻ തന്നെ അവിടെ നിന്ന് മാറണമെന്ന് ഈ വൃദ്ധനോട് ആവശ്യപ്പെട്ടു. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു തകർന്ന കെട്ടിടമായിരിക്കാം, പക്ഷെ എൻ്റെ കുട്ടി പഠിച്ച സ്കൂളാണിത്. ഈ കുട്ടിയെ രക്ഷപ്പെടുത്താതെ എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല. സൈന്യം പറഞ്ഞു, എന്ത് വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത്? ഈ തകർന്ന കെട്ടിടത്തിനുള്ളിൽ നിങ്ങളുടെ കുട്ടി ജീവനോടെ ബാക്കിയുണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്ത് വിഡ്ഢിത്തമാണ്! രണ്ടാമത് ഭൂകമ്പം ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തകർന്ന കെട്ടിടത്തിന്റെ സമീപത്തു നിന്ന് മാറണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ വൃദ്ധൻ ആ വാഹനത്തിൽ കയറാൻ, സൈന്യത്തിന്റെ വാഹനത്തിൽ കയറാൻ തയ്യാറായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടികളെ സന്ദർശിക്കാൻ BBC-യുടെ റിപ്പോർട്ടർ ചെന്നു. ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 3 കുട്ടികൾ രക്ഷപ്പെട്ടതായി കണ്ടു. ആ കെട്ടിടത്തിനുള്ളിൽ കിടന്ന കുട്ടികളോട് BBC-യുടെ റിപ്പോർട്ടർ ചോദിച്ചു, ആശുപത്രിയിൽ വെച്ച്, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആ കെട്ടിടത്തിനുള്ളിൽ നിന്നും? 2 കുട്ടികൾ 3ാമത്തെ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ പറഞ്ഞു ഇവന്റെ അച്ഛൻ വന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന്. 2 കുട്ടികളും ഒരുപോലെ പറഞ്ഞു, ഇവൻ പറഞ്ഞു ഇവന്റെ അച്ഛൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനും ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വിശ്വാസമാണ് ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തകർക്കാൻ ജീർണലി സമ്പാദിച്ച ഏതെങ്കിലും ചാനലുകൾ വിചാരിച്ചാൽ, ഏതെങ്കിലും ശിഖണ്ഡികൾ വിചാരിച്ചാൽ സാധ്യമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ ഒരു തവണ ഭീഷ്മരെ തോൽപ്പിക്കാൻ ശിഖണ്ഡിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം ശിഖണ്ഡിമാരുടെ മുമ്പിൽ തോൽക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മനസ്സില്ല, അവരനുവദിക്കാൻ ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഒരുക്കമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കേവലമായ ഒരു വൈകാരിക പ്രകടനമല്ല, കേരളത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ, സ്റ്റേറ്റ് ക്യാമ്പസ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതീക്ഷയും ഹരവുമായി മാറിയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവർക്കറിഞ്ഞൂടാ, ഇവിടെ ഒരു ജനത വിദ്യാസമ്പന്നരായി വന്നിരിക്കുന്നു, ഇവിടെ ഒരു ജനത മാറ്റം ആഗ്രഹിക്കുന്നു, ഇവിടെ ഒരു ജനത മുന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇതുവരെ അവർ മനസ്സിലാക്കിയിട്ടില്ല. മുന്നോട്ട് നടക്കാനുള്ള ഒരു ജനതയുടെ വമ്പിച്ച ആഗ്രഹത്തിനെതിരെ ജനവിധി അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്ന ഒരു ലീഡർഷിപ്പ് വഴിമാറാതെ നിർവാഹമില്ല. വഴി മാറേണ്ടത് നിങ്ങളാണ്, ഞങ്ങളുടെ പുരോഗതി തടസ്സപ്പെടുത്തുന്ന നിങ്ങളാണ്. കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം ഇതാണ്. അഭ്യസ്തവിദ്യരായ സമൂഹം, വികസനം ആഗ്രഹിക്കുന്ന സമൂഹം, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന സമൂഹം, ആധുനിക ലോകത്ത് ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഒരു പക്ഷേ
ലോകോത്തരമായി തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന നിലവാരമുള്ള, സാധ്യതയുള്ള, പച്ചപ്പുള്ള, പ്രകൃതിയുള്ള, റിസോഴ്സസ് ഉള്ള, ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള, ലോകം മുഴുവൻ സഞ്ചരിച്ച് വിവരം കൈവരിച്ച, ഏത് ടെക്നോളജിയോടും മിനിറ്റുകൾക്കുള്ളിൽ അഡാപ്റ്റബിലിറ്റിയുള്ള, ലോകം ഉത്തമമെന്ന് കരുതിയ ഒരു ജനത ജീവിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്പം മുരടന്മാരായിപ്പോയി. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതൊന്നും വിഭാവനം ചെയ്യാൻ കഴിയാത്തവരായിപ്പോയി. അല്പം ഈ ഡിസ്പാരിറ്റി, അല്പം ഈ ഡിസ്ക്രിമിനേഷൻ, അല്പം ഈ പക്ഷപാതം ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി തൻ്റെ കരങ്ങൾ ശക്തമായി ഇ.ടി. മുഹമ്മദ് ബഷീർ ഒന്ന് ചലിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് CH-നുണ്ടായ അതേ അനുഭവം ഉണ്ടായി. CH-ന്റെ മുഖത്ത് ആസിഡ് ബൾബ് വീഴുമായിരുന്നു. അല്ലാഹ് രക്ഷിച്ചു. മുഖത്ത് ആസിഡ് ബൾബ് വീണാൽ വലിയ പ്രശ്നമാണ്. മുഖം വികൃതമാകും. കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ CH മുഹമ്മദ് കോയ സാഹിബിന് കൊടുക്കാനാണ് അന്ന് അവർ ശ്രമിച്ചത്. ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ തരുന്ന ശിക്ഷ, എനിക്ക് ഏറ്റവും വികൃതമായ ശിക്ഷ തരാനാണ് അവർ നോക്കുന്നത്. അതെന്താണ്? ഞാൻ പറഞ്ഞു, ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല മാലിന്യം എടുത്തെറിയുക. നിങ്ങൾ ആലോചിച്ചു, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഈ മുഖങ്ങൾ തെരഞ്ഞെടുപ്പിൽ കണ്ടു, ഈ മുഖങ്ങൾ TV-യിൽ കണ്ടു. 2 തെരഞ്ഞെടുപ്പ് ജയിച്ചു, 2 യുദ്ധം ജയിച്ചു. യുദ്ധം ജയിക്കണമെങ്കിൽ നേരെ വെട്ട്, അല്ലാതെ കാലുവാരലല്ല, ചതിക്കലല്ല. അത് വഞ്ചകന്മാരുടെ കഥയാണ്. അതിന് കഴിവില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ 3 മാസം മുമ്പ് വന്നിട്ട് കേരളത്തിൽ ജനങ്ങളുടെ വിവേകത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, വിവേകത്തെ ഇവിടെ തടവിൽ നിർത്തിക്കൊണ്ട്, ജനവിധി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഏറ്റവും അവസാനം 5 കൊല്ലത്തിന്റെ അവസാനം ബ്രിമ്മിൽ കൊണ്ടുപോയി ഇവിടെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരായുധമെടുത്തു. ആയുധങ്ങൾ പലവിധമുണ്ട്. കത്തിയുണ്ട്, വാളുണ്ട്, തോക്കുണ്ട്, കല്ലുണ്ട്. എല്ലാ ആയുധങ്ങളും ഈ പറഞ്ഞ കൂട്ടർ എല്ലാ കാലത്തും നിർബാധം ഉപയോഗിച്ചവരാണ്. ക്യാമ്പസുകളിലെ സാന്നിധ്യമായ വിദ്യാർത്ഥികളോട് ഞാനത് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ കല്ലും, നിങ്ങളുടെ കത്തിയും, നിങ്ങളുടെ സൈക്കിൾ ചെയിനും, നിങ്ങളുടെ വാളും, നിങ്ങളുടെ തോക്കും, നിങ്ങളുടെ ഉണ്ടയും, നിങ്ങളുടെ ആസിഡ് ബൾബും കണ്ടു തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾ വളർന്നത്. അവർക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ആയുധമായ കത്തിയേക്കാൾ മൂർച്ചയുള്ള ബ്ലാക്ക് മെയിലിങ്ങിനെ നേരിടാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും മൂർച്ചയുള്ള മനുഷ്യന്റെ മാന്യതയെ, മനുഷ്യന്റെ മനസ്സിന് അഗ്നി സൃഷ്ടിക്കുക. കുടുംബവും കുട്ടികളുമായി കഴിയുന്ന ആളുകൾക്ക് അഗ്നി സൃഷ്ടിക്കുക. എന്നിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുക, പേടിപ്പിക്കുക. ആരൊക്കെയാണ് പേടിപ്പിക്കുന്നത്? ഉമ്മൻചാണ്ടിയെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്ന തന്നെ പോലെയുള്ള ഒരാളോട് പറയാണ്, നീയും പ്രതിയാവും. പറയാൻ പാടുണ്ടോ? വാട്ട് ഈസ് ദിസ്? ഇതെന്താ കേരളമല്ലേ? കേരളത്തില് ഇത്തലക്കുന്ന അത്തലത്തേക്ക് ഒരു ജാഥ പോയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാൻ ജയിലിലേക്കും. ആരായി രാജ്യം ഭരിക്കുന്നത്? സർ CP രാമസ്വാമിയോ അതോ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവോ? മുൻനിരയിൽ ഇന്നുള്ള നേതാക്കന്മാർ മരണപ്പെട്ടു പോയാലും ഈ ദീപശിഖ കെടാതെ സൂക്ഷിക്കാനുള്ള കരുത്തുള്ള യുവാക്കൾ വളർന്നു വരുന്നു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാശ്വാസം. ഒരു ജീവിതത്തിൽ അതിൽ പരം സംതൃപ്തിക്കും ആശ്വാസത്തിനും വകയുള്ള മറ്റൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ അനുജ സഹോദരന്മാരുടെ നിശ്ചയദാർഢ്യം ഞങ്ങൾക്ക് നൽകുന്ന സമാശ്വാസം. 2 ദിവസമായി നിങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദേശം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വരും നാളേക്കുള്ള നേതാക്കളാണ് നിങ്ങൾ. ആ പ്രസ്ഥാനത്തെ നയിക്കുവാൻ ഇന്നേ നമ്മൾ കരുത്താർജിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻസ്പിറേഷനുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നല്ല നാളേക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ നമുക്കറിയാം MSF-ന്റെ ചരിത്രം എന്നത്
വളരെയേറെ അഭിമാനകരമായ ഒരു ചരിത്രത്തിൻ്റെതാണ്. ഇവിടെ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച IT സാക്ഷരതാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് അന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വെച്ച് തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിന്റെ മുന്നേറ്റമാണ്. എല്ലാ ജനപ്രതിനിധികളും റോഡിനെ കുറിച്ച്, പാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ജനപ്രതിനിധികൾ ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് ഈ നൂറ്റാണ്ടിന്റെ ചിന്തയാണ്. നിങ്ങൾ ലോകത്തിന്റെ ഭാഗമാകുകയാണ്. ലോകത്തിന്റെ കവാടം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് എന്ന് APJ അബ്ദുൽ കലാം അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച അദ്ദേഹം തന്നെ ഇതേ വേദിയിൽ വെച്ച് നല്ല വിജ്ഞാനമുള്ള, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പരിജ്ഞാനമുള്ള ഒരു ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായി. പ്രധാനമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വരാനുള്ള കാരണം ഈ വികസനം മുരടിപ്പല്ല, വികസനത്തിന്റെ മുമ്പിൽ വഴികൊട്ടി അടച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്, രാഷ്ട്രീയക്കാരാണ് അത് നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വരുന്നതിന് മുമ്പ് MSFന്റെ സൈറ്റിൽ പോയി, ഇന്നലെ വൈകുന്നേരം സൈറ്റിൽ പോയി എന്തൊക്കെ കാര്യങ്ങളാണ് MSF ചെയ്തതെന്ന് നോക്കുമ്പോഴാണ് ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.